മേധാവികളുമെല്ലാം ഈ സംഭവ സ്ഥലത്തുണ്ട്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. വളരെ പ്രതികൂലമായ അതൊഴിഞ്ഞ ഭാഗം കൂടി ആയതുകൊണ്ട് അതിശക്തമായി മഴ പെയ്യുന്നുണ്ട്. അടിയൊഴുക്ക് ശക്തമാണ്. ഒഴുക്ക് കൂടിയതായി നമുക്ക് കാണുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ ബന്ധപ്പെട്ടവർ അതിന്റെ ഈ രക്ഷാപ്രവർത്തന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവര് 2 തവണ പുഴയിൽ അവർ ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. പക്ഷേ വലിയ ഒഴുക്കായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് കണ്ടപ്പോൾ. ഈ ലോറി എങ്ങനെ എടുക്കാൻ കഴിയുമെന്നൊരു ആലോചന നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പം മേജർ നമ്മൾ നേരത്തെ ഇന്നലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഒരു വിദഗ്ധ ഒരു വ്യക്തി അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. അവർ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇന്ദ്രപാലിനെത്തി അവരുടെ സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊരു കൂടിയാലോചനയുടെ ഭാഗമായി ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളൊക്കെ കാണുന്ന നിഗമനത്തിലെത്തിയിരിക്കുന്നത് പോലെ ആ പുഴയ്ക്കടിയിൽ മണ്ണ് മൂടപ്പെട്ട നിലയിൽ വാഹനങ്ങളും വാഹനത്തിന് അനുബന്ധമായ ഭാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ശേഖരിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ട്. നേവി ഡൈവർമാർ അകത്തേക്ക് ജമ്പ് ചെയ്തേ മതിയാവുകയുള്ളൂ. അത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ കാലാവസ്ഥയുടെ പ്രശ്നമല്ല. അവര് 2 തവണ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവർ ബോട്ട് ഉപയോഗിച്ച് പുഴയിലൂടെ അവർ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ബോട്ട് തന്നെ പുഴയുടെ ഒഴുക്കിനെതിരായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ തെന്നി പുറകോട്ട് പോവുകയാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് ബോട്ട് ബ്ലോക്ക് ചെയ്ത് അവിടെ സ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ജമ്പ് ചെയ്യാനും പിന്നെ ആ കാര്യങ്ങളും കഴിയുള്ളൂ. അതാണ് കണ്ടതിൽ നിന്ന് മനസ്സിലായത്. ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, ഇങ്ങനെ ചില സൂചനകൾ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി ഒരു തെരച്ചിൽ നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ഒരു നിർദ്ദേശം, ഒരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞാനും ലിൻഡോ ജോസഫ് MLA യും കളക്ടറുമായി സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തലത്തിലും ഈ കാര്യത്തിൽ ഒരു ആലോചന നടത്തി. രാത്രി തുടരും തെരച്ചിൽ കേൾക്കുന്നുണ്ട്, അതൊരു സ്ഥിരീകരണമുണ്ടോ? അതിൽ നമ്മളത് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ സൂചന കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ വന്നുപോയി. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തുടർന്നും ഇതുപോലെ തെരച്ചിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായി നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തോ ആവട്ടെ, പക്ഷെ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. കുടുംബാംഗങ്ങൾ നേരത്തെ ഞങ്ങളോടൊപ്പം ജിതിനുണ്ടായിരുന്നു. ജിതിനും നമ്മളുണ്ടായിരുന്നു. സച്ചിൻ ദേവ് MLA ആണ് മാധ്യമങ്ങളെ കണ്ടത്. തെരച്ചിൽ രാത്രിയും തുടരണം എന്ന ഒരു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടത്തിന് മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നാണ് സച്ചിൻ ദേവ് പറഞ്ഞത്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ എങ്ങനെ തെരച്ചിൽ രാത്രിയിൽ തുടരാൻ കഴിയുമെന്ന വലിയ ചോദ്യമുണ്ട്. ഗംഗാവലി നദിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പരിസരവാസികൾ ശ്രദ്ധിക്കണമെന്ന് പോലീസും റവന്യൂ അതോറിറ്റീസും അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുമുണ്ട്. അത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. കാരണം അവിടെ മാത്രമല്ല മഴ പെയ്യുന്നത്, ആ പരിസര പ്രദേശങ്ങളിൽ ഈ നദിയുടെ ഉദ്ഭവ കേന്ദ്രങ്ങളിൽ മുകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അവിടെ ഓറഞ്ച് അലേർട്ടാണ് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത മണിക്കൂറുകളിൽ എന്നാണ് ഈ ഓറഞ്ച് അലേർട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.